Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലം ആണ് കേട്ടോ. ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം ക്രാക്ക് വിത്ത് ജാക്കിന്റെ PDF കോഴ്സും അതുപോലെ തന്നെ വീഡിയോ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സൈറ്റ് പോവുക അല്ലെങ്കിൽ ആപ്പിൽ പോയിട്ട് ക്രാക്ക് വിത്ത് ജാക്കിന്റെ വീഡിയോ കോഴ്സും PDF കോഴ്സും ഒക്കെ വാങ്ങുക. ഓക്കെ, സോ നിങ്ങൾ സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, if you use the coupon code SNEHA10, okay, SNEHA10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും വേഗം പോയിട്ട് മേടിക്കുക. കാരണം നമുക്ക് എന്താണ് RRB PO ക്ലർക്ക് SBI ക്ലർക്ക് എക്സാംസ് ഒക്കെ ഉണ്ടല്ലേ. സോ വേഗം പോയിട്ട് മേടിക്കുക. ഓക്കെ, സോ സോ അതിന് നമുക്ക് ട്രെയിനിന്റെ സെഷൻ തുടങ്ങാം. ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിലിംസ് സെക്ഷനിൽ പ്രിലിംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-2 മാർക്കിന് മിസ്ലീനിയസ് ചോദിക്കുക. 1-2 മാർക്കിനാണ് മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ഇത് നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ വേക്കൻസി ഐ തിങ്ക് ജനറൽ വേക്കൻസി 53 വേക്കൻസി ആയിട്ടാണ്. സോ ഇപ്രാവശ്യം കേരളത്തിലെ വേക്കൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കുറച്ച് ഹൈ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം കേരളത്തിൽ കൊടുത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ക്യു എയും റീസണിങ് ഒക്കെ എന്ത് ചെയ്യണം, അത്യാവശ്യം കുറച്ച് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു 25 to 28 അല്ലെങ്കിൽ 25 to 30 ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതിലറിയാം, ഒരു 10-15 മാർക്ക് വരെയാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വരിക. സോ ഒരു 10 മാർക്ക് മിസ്ലീനിയസ് എന്തായാലും വരും അല്ലേ. സോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സെക്ഷൻ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ട്രെയിൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് പ്രിലിംസിന് വരിക. ഓക്കെ, സോ പ്രിലിംസ് ലെവലിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരിക. മെയിൻസിൽ കുറച്ച് ഹയർ ലെവൽ ചോദിക്കുമെങ്കിലും പ്രിലിംസിൽ നമുക്ക് എന്താണ്, ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ എന്ത് ചെയ്യാം, നമുക്ക് പ്രിലിംസിന് കുറച്ച് കൂടുതൽ മാർക്ക് ട്രെയിൻ സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു മുമ്പ് ഓക്കെ, സോ എങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ട്രെയിനിൽ നിന്ന് വരിക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ട്രെയിനിൽ നിന്ന് സാധാരണയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒരാളെ ക്രൂസ് ചെയ്യാൻ ട്രെയിൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, ടണൽ, ബ്രിഡ്ജ്, സോ അതിനൊക്കെ ക്രൂസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ എത്ര സമയം എടുത്തു. ഓക്കെ, അല്ല ഇപ്പോൾ 2 മൂവിങ് ഒബ്ജക്ട്സ് ആണ്, ട്രെയിനും വേറൊരു ട്രെയിനും, അല്ലെങ്കിൽ ട്രെയിനും വേറൊരു ബസ്സും, ട്രെയിൻ അല്ലെങ്കിൽ വേറൊരു കാറും. സോ ഇതിനൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രെയിൻ എത്ര സമയം എടുത്തു. സോ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പോള്. ഇപ്പൊ ഒരു പോള് അല്ലെങ്കിൽ മാൻ, സോ ഇവരൊക്കെ എന്ന് പറയുന്നത് ട്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ലെങ്ത് നെഗ്ലിജിബിൾ ആണ് അല്ലെ. പോളിന്റെ ഒരാളുടെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്, നെഗ്ലിജിബിൾ ആണ്. സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിന്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളോട് പറയാണ്, ഈ ആളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര സമയമെടുത്തു ട്രെയിൻ. എന്നിട്ട് നമുക്ക് ട്രെയിനിന്റെ സ്പീഡും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ലെങ്ത്തും ഒന്നാണ് കേട്ടോ. സോ അറിയാതെ ഞാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നെങ്കിൽ ട്രെയിൻ ലെങ്ത് ആണ്. സോ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ into the time taken to cross the man. Time taken to cross man അല്ലെങ്കിൽ ആ സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോൾ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് ഇനി നമ്മളോട് പറയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞത് മാനും പോളും എന്ന് പറഞ്ഞാൽ ട്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ലെങ്ത് ആണ്. പക്ഷെ ട്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ള, ലൈക്ക് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ടണൽ, അല്ലെങ്കിൽ ബ്രിഡ്ജ്, സോ ഇങ്ങനത്തെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഓഫ് കമ്പാരിറ്റീവ് ലെങ്ത് ഉള്ള സംഭവങ്ങൾ, അതായത് പ്ലാറ്റ്ഫോം ആവാം, ടണൽ ആവാം, ബ്രിഡ്ജ് ആവാം. സോ ഇവരൊക്കെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിന്റെ ലെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്ട്സിന്റെ ലെങ്ത്തും കൂടി കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത് 350 മീറ്റർ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ട്രെയിൻ ക്രോസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സോ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്
200 മീറ്റർ ആണ്. നമുക്ക് ട്രെയിനിന്റെ സ്പീഡും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടൈം എത്ര സമയത്താണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് പ്ലസ് ട്രെയിനിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെയിനിന്റെ സ്പീഡ്. സോ ട്രെയിനിന്റെ സ്പീഡ് മാത്രം എടുക്കാനുള്ള കാരണം എന്താണ്? ടൈം ടു ക്രോസ് അല്ലേ? ട്രെയിനിന്റെ സ്പീഡ് മാത്രം എടുക്കാനുള്ള കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്ന വസ്തുവിന് സ്പീഡ് ഇല്ല അല്ലേ? സോ ഇഫ് കമ്പയർ ചെയ്യുന്ന വസ്തുവിന് സ്പീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സ്പീഡും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. സോ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ കിലോമീറ്റർ പെർ ഹവറിലാണ് സ്പീഡ് തന്നിട്ടുള്ളത്. നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ 5/18 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പകരം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 18/5 കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഓക്കെ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് മൂവിങ് ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ട്രെയിൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയതുകൊണ്ട് ട്രെയിൻ തന്നെ പറയാം. സോ എ എന്ന ട്രെയിന് 30 മീറ്റർ പെർ സെക്കൻഡിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഒരു സെക്കൻഡിൽ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 30 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്ന് വിചാരിക്കുക. ബി എന്ന ട്രെയിന് 60 മീറ്റർ പെർ സെക്കൻഡും, അതായത് ഒരു സെക്കൻഡിൽ 60 മീറ്റർ പോകുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ അവർ 60 മീറ്റർ ഡിസ്റ്റൻസും കവർ ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ. സോ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്, അതായത് സഞ്ചരിച്ച് ഒരു സെക്കൻഡിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തമായിട്ട് ഇത്രയും 30 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ട്രെയിനിന്റെ പൊസിഷൻ ഇവിടെയാണ്, ഒരു ഫിക്സ്ഡ് പൊസിഷനിലാണെന്ന് വിചാരിക്കുക. സോ ട്രാവൽ ചെയ്തിട്ട് ട്രെയിൻ ബി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡിൽ 60 മീറ്ററും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇപ്പൊ ഇവിടെ 30 നമ്മളിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര 30 മീറ്റർ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ട്രെയിൻ ബി എന്ത് ചെയ്യുന്നുണ്ട്? ഈ 30ഉം ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇത്ര ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ട്രെയിൻ എ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ട്രെയിൻ ബി ഇപ്പൊ ഇവിടെ ആയിരിക്കും. സോ അതായത് ഒരു ഹവറിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്, സോ ഇത് 30 കേട്ടോ. സോ ഒരു ഹവറിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് നമ്മൾ അവരുടെ സ്പീഡ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ, സോ അവരുടെ സ്പീഡ് നമ്മളിപ്പോ മൈനസ് ചെയ്യും. ഓക്കെ, ഇനി അവർ ആ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത് വിചാരിക്കാം. അതായത് ട്രെയിൻ എ ഇവിടെയാണ്, ട്രെയിൻ ബി ഇവിടെയാണ്. സോ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ റിലേറ്റീവ് സ്പീഡ്, അവരുടെ സ്പീഡ് പ്ലസ് ചെയ്യണം. സോ അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന വസ്തു 40 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു, ബി എന്ന വസ്തു 60 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ 60 മീറ്ററിൽ ട്രെയിൻ സഞ്ചരിച്ചു, ഒരു അവറിൽ ഇത് 60 മീറ്ററും സഞ്ചരിച്ചു. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഹവർ, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് വെച്ചാൽ അതെടുക്കുക. ഒരു ഹവറിൽ ട്രെയിൻ എത്ര സഞ്ചരിക്കുന്നുണ്ട്? 100 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം ആ ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അവർ തമ്മിൽ രണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കണം. അതായിരിക്കും അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. സോ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് മൈനസ് ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ് സ്പീഡ് കിട്ടും. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പോകുന്നത് അവരുടെ റിലേറ്റീവ് സ്പീഡ് കാണാൻ രണ്ട് സ്പീഡും കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണു. സോ ഇതിൽ ഇനി റിലേറ്റീവ് സ്പീഡ് കിട്ടിയല്ലേ? സോ നമ്മളിവിടെ സാധാരണ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇസ് ഈക്വൽ ടു ടൈം എന്ന് എടുക്കുന്നതിന് പകരം രണ്ട് മൂവിങ് ഒബ്ജക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് എടുക്കുക. ഓക്കെ, ട്രെയിനിന്റെ ലെങ്ത്, രണ്ടുപേരുടെയും ലെങ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ റിലേറ്റീവ് സ്പീഡ് എടുക്കുക. സ്പീഡ് മാത്രം എടുക്കരുത്, ഒരു ട്രെയിനിന്റെ സ്പീഡ് മാത്രം എടുക്കരുത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. കൺസെപ്റ്റ് സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, ഇതും അത് തന്നെയാണ് കേട്ടോ പറയണേ. അതായത് ഒരു എ മീറ്ററും ബി മീറ്ററും ഉള്ള ട്രെയിൻ ഉണ്ട്, അവരുടെ ലെങ്ത് തന്നിട്ടുണ്ട്, അവർ സെയിം ഡയറക്ഷനിലാണ് പോണത്. ഒരാൾ യു മീറ്റർ പെർ സെക്കൻഡിലും വി മീറ്റർ പെർ സെക്കൻഡിലുമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ ട്രെയിൻ എത്ര സമയം എടുക്കും സ്ലോവർ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, എ ഒരു ഹവറിൽ 40 മീറ്റർ, ഒരു ഹവറിൽ 40 മീറ്റർ സഞ്ചരിച്ചു. സോ ഒരു ഹവർ കഴിഞ്ഞിട്ട് എയുടെ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, സോ ബി എന്ന ട്രെയിന് ഒരു ഹവറിൽ 80 മീറ്റർ സഞ്ചരിച്ചു. സോ ബിയുടെ പൊസിഷൻ ഇവിടെയാണ്. സോ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ട്രെയിൻ ഇവിടെയാണ് അല്ലേ? അതായത് ഈ ട്രെയിനിനെ ലീഡ് ചെയ്യുന്നത് 40 മീറ്റർ വെച്ചിട്ടാണ് ലീഡ് ചെയ്യുന്നത്.
സോ ഒരു ഹവറിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 മീറ്റർ ഇപ്പോൾ സെക്കൻഡ് ആണെങ്കിൽ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ 40 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യാം. അതായത് ഒരു ഹവറിൽ ഈ ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് എത്രയാണ്? 40 കിലോമീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ സോ ഇനി നിങ്ങളോട് പറയുകയാണ്, രണ്ട് ട്രെയിൻ എ ബി എന്ന പോയിന്റിൽ അവർ ക്രോസ് ചെയ്ത പോയിന്റ് പി ആണ്. സോ നമുക്ക് തന്നിട്ടുണ്ട്, ഇതിപ്പോൾ ഞാൻ ബി ട്രെയിൻ ആണ്, ഇത് എ ട്രെയിൻ ആണ്. സോ എ ട്രെയിൻ ഈ പോയിന്റ് ക്രോസ് ചെയ്തിട്ട് ഇത്ര മൂവ് ചെയ്യാൻ ഒരു ഫോർ എക്സാമ്പിൾ എ സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ട്രെയിൻ എ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്താൻ, ബി എന്ന പോയിന്റിലേക്ക് എത്താൻ എ സെക്കൻഡും, ട്രെയിൻ ബി ഇവിടെ എത്തിയിട്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ബി സെക്കൻഡും എടുത്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ സ്പീഡ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ സ്പീഡിന്റെയും ബി സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് √B/√A ആയിരിക്കും. √B/√A ആയിരിക്കും. സോ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രെയിനിന്റെ എല്ലാ പ്രോബ്ലംസും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഓക്കെ അപ്പൊ നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? എ ട്രെയിൻ 120 മീറ്റർ ലോങ് ടേക്സ് 6 സെക്കൻഡ് ടു പാസ് എ ടെലിഗ്രാഫ് പോസ്റ്റ്. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇസ്. ഒരു ട്രെയിനിന്റെ 120 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ആണ്. 6 സെക്കൻഡ് എടുക്കും ഒരു ടെലിഗ്രാഫ് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ സ്പീഡ് എത്രയും നമുക്ക് എങ്ങനെ കാണാം? 120/6 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ ട്രെയിനിന്റെ ലെങ്ത് ബൈ ട്രെയിനിന്റെ ടൈം കണ്ടാൽ മതി അല്ലേ? ഓക്കെ, സോ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ നമ്മൾ കുറെ സമയം എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ഓഫ് ലെങ്ത് 100 മീറ്റർ ടേക്സ് 21.6 സെക്കൻഡ് ടു ക്രോസ് ദ ടണൽ ഓഫ് 200 മീറ്റർ. അപ്പൊ നമ്മൾ അവിടെ ടണലിന്റെ ലെങ്ത്തും കൂടി കൺസിഡർ ചെയ്യണം. ഓപ്പോസിറ്റ് ഉള്ളത് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്, അവർക്ക് എന്തൊരു കമ്പാരറ്റീവ് ലെങ്ത് ഉണ്ട്. സോ നമ്മളുടെ അവിടെ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിന്റെ ലെങ്ത്തും സം ചെയ്യണം, അതിന്റെ കൂടെ ടണലിന്റെ ലെങ്ത്തും കൂടി സം ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്, സോ അവരുടെ സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രെയിനിന്റെ സ്പീഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ 21.6 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? സോ നമ്മൾ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 300/216. ഇവിടെ ഒരു 0 കട്ട് ചെയ്യാം, നമുക്ക് 0 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 6 കൊണ്ട് നമുക്ക് 500 കിട്ടും അല്ലെ? 500/36. നമുക്കിത് നമുക്ക് ഇത്ര കിട്ടും? 125/9 എന്ന് കിട്ടും അല്ലെ? സോ 125/9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാം കേട്ടോ. അതായത് ഈ 4 അതായത് 4 ഡയറക്റ്റ് ആയിട്ട് ഇത് പോവും. 4 500 ഡയറക്റ്റ് ആയിട്ട് 4 ഇത് 2 പോവും. അങ്ങനെ കട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് വേണ്ട കേട്ടോ. ഓക്കെ, സോ 125/9 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ടണലിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ എടുക്കുന്ന സ്പീഡ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? 21.6 സെക്കൻഡിൽ ആ ട്രെയിൻ ടണലിനെ ക്രോസ് ചെയ്യും. സോ അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 125/9 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആൻഡ് ദ മാൻ. സോ ട്രെയിനിന്റെയും അതുപോലെ തന്നെ മാനിന്റെയും സ്പീഡ് തന്നിട്ടുണ്ട്. 6:1 ആണ് സ്പീഡിന്റെ റേഷ്യോ. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഇസ് 650. സോ ട്രെയിനിന്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 650 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ആ ട്രെയിന് ഒരു പോളിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മീറ്റർ 65 സെക്കൻഡ് എടുക്കും. സോ ഇത് 60 സെക്കൻഡ് എടുക്കാം അല്ലെ? അതായത് ടോട്ടൽ ഒരു പോളിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 65 സെക്കൻഡ് എടുക്കും. സോ പോളാണ്, മെയിൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിന്റെ സ്പീഡും ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. അതായത് 650/65 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് എവിടെ വരും? സോ ഈ പാർട്ട് ഇത് 60 ആണ്. സോ 6 പാർട്ട് 60 ആണ്. സോ ഒരു പാർട്ട് എന്ന് പറയുന്നത് 10. സോ മാനിന്റെ സ്പീഡ് നമുക്ക് എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.
സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ മാൻ ക്രോസ് ദ 240 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 240 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ മാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 240 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 240 മീറ്റർ എന്ന് പറയുന്നത് മാൻ്റെ ലെങ്ത് നെഗ്ലിജിബിൾ ആണ്. സോ മാൻ്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ മാൻ ഒരു 240 മീറ്റർ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 240/10 എന്ന് കാണാം. സോ ദ ആൻസർ ഇസ് 24 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ 150 മീറ്റർ ലോങ് passes a pole in 15 seconds. ഓക്കെ, സോ ഇതിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രെയിനിന്റെ സ്പീഡ് കിട്ടും അല്ലേ? സോ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ക്രോസസ് അനദർ ട്രെയിൻ ഓഫ് ദ സെയിം ലെങ്ത് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 8 seconds. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ ഹവർ. സോ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് കിലോമീറ്റർ പെർ ഹവറാ തന്നിട്ടുള്ളത് അല്ലേ? സോ ഇവിടെയൊക്കെ സെക്കൻഡിലും മീറ്ററിലും ഒക്കെയാണ്. അതായത് നമുക്ക് സ്പീഡ് ഉള്ളത് മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ട്രെയിൻ 150 മീറ്റർ ലെങ്ത് ഉണ്ട്, പോളിനെ ക്രോസ് ചെയ്യാൻ 15 സെക്കൻഡ് എടുത്തു. സോ അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ എന്ത് ചെയ്തു? വേറൊരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനും സെയിം ലെങ്ത് ആണ്. സോ അവർ ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ ട്രെയിൻ എ, ട്രെയിൻ ബി, ട്രെയിൻ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, സോ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 8 സെക്കൻഡിലാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിന്റെയും കൂടിയും ലെങ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 300 എന്ന് കിട്ടും അല്ലേ? ട്രെയിൻ എ പ്ലസ് ട്രെയിൻ ബി. സോ ഒരാളുടെ സ്പീഡ് നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ രണ്ട് മൂവിങ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റീവ് സ്പീഡാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് 10 മൈനസ് എക്സ് അല്ലേ? റിലേറ്റീവ് സ്പീഡ്. സോറി, ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? സോ 10 പ്ലസ് എക്സ് എടുക്കും അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് സം ചെയ്യാണ് ചെയ്യുക. സോ 10 പ്ലസ് എക്സ് എടുത്തു. സോ നമുക്കറിയാം ഇവിടെ ഇവരുടെ സ്പീഡ് കിലോമീറ്റർ പെർ ഹവറിലാണ് നമുക്ക് കാണേണ്ടത്. സോ ഇവിടെ നമുക്ക് കിട്ടുക മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാം. സോ ഈസി വഴി എന്താണ്? ഇവിടെ നമുക്ക് ഈ മൊത്തത്തിന് നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ ഹവർ നമുക്ക് വേണ്ട സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ ഹവറിലാണ് അല്ലേ? അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ എന്നിട്ട് എന്ത് ചെയ്യുക? കിട്ടിയ ഉത്തരത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് 5/18 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ. സോ മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു സംഭവത്തെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ 18/5 ചെയ്താൽ മതി. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സ് കാണുക, എന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കുക. ഓക്കെ, സോ ഇത് എത്രയാണ്? 8 സെക്കൻഡ് ആണ് അല്ലേ? ഓക്കെ, സോ 300 is equal to 80 plus 8x എന്ന് വരും അല്ലേ? സോ എത്ര കിട്ടും? 220/8 ആണ് അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ അതിന് കിലോമീറ്റർ പെർ ഹവറിലാക്കുമ്പോൾ 18/5 ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ ഇത് 44 വരും. നാലും ഇവിടെ 9ഉം ഇത്. സോ എത്ര ഉത്തരം കിട്ടും? 99 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഓക്കെ, 99 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഇതൊന്നുമില്ല, 150 മീറ്റർ ലെങ്ത് ഉള്ള ട്രെയിൻ ആണ്. അതൊരു പോളിനെ 15 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കും ഒരു സെക്കൻഡിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതേ ലെങ്ത് ഉള്ള വേറൊരു ട്രെയിനിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ക്രോസ് ചെയ്യുന്നുണ്ട് 8 സെക്കൻഡിൽ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് നമ്മൾ പഠിച്ചു, സം ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ കിലോമീറ്റർ പെർ ഹവറിലാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എക്സ് മീറ്റർ പെർ സെക്കൻഡിൽ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നത് 220/8 എന്ന് കിട്ടും. സോ അതെന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ അതിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ ഇൻറ്റു 18/5 എന്ന് ചെയ്യാം. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Train started from point A at the speed of 60 km per hour, and after 2 hours another train of same length started from A at a speed of 80 km per hour in the same direction as the first one. After how much time the second train will meet the first train? Okay, so ഇത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ട്രെയിൻ എ 60 km per hour ആണ്, ട്രെയിൻ ബി എന്ന് പറയുന്നത് 80 km per hour ആണ്. സോ 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ 120 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സോ എന്നിട്ടാണ് ഇവിടെയാണ് ഇപ്പോൾ ട്രെയിൻ എ ഉള്ളത്. ട്രെയിൻ ബി 2 അവർ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
സോ 2 അവർ കഴിഞ്ഞിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു 60 കിലോമീറ്റർ ഒരു ഹവറിൽ സഞ്ചരിക്കും, ഇതൊരു ഹവറിൽ 80 കിലോമീറ്ററും സഞ്ചരിക്കും അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ 60 കിലോമീറ്ററും ഇവിടെ 60 കിലോമീറ്ററും നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രലൈസ് ചെയ്യാം. സോ ബാക്കി ഒരു ഹവറിൽ 20 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നുണ്ട്, അത് സഞ്ചരിക്കുന്നത്. സോ ആ 20 കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഈ 120 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള സമയമാണ് അല്ലേ. സോ അപ്പൊ നമുക്ക് ഉത്തരം എന്തായിരിക്കും, 120/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഹവർ അല്ലേ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി, ഇവരുടെ റിലേറ്റീവ് സ്പീഡ് ആണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതായത് സോ 60 കിലോമീറ്റർ പെർ ഹവർ 120 മീറ്റർ ആണ് സഞ്ചരിക്കുക. എ ഇവിടെ എത്തി, പിന്നെ അവർ സഞ്ചരിക്കുന്ന 60 കിലോമീറ്റർ, അതായത് 60 സെയിം ഡയറക്ഷനിലാണ്. സോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ ഹവറും മറ്റേ ആൾ 80 കിലോമീറ്ററും. സോ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് ഒരു ഹവറിൽ 20 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. സോ 20 കിലോമീറ്റർ പെർ ഹവർ കൊണ്ട് അയാൾക്ക് തീർക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. സോ ദാറ്റ് ഇസ് 120/20 ഈസ് ഈക്വൽ ടു 6 ഹവർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് സിമ്പിൾ ആണ്. A 240 meter long train crosses a platform twice its length in 2 meters. What is the speed of the train? Okay, 240 meter ആണ്, പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ട്വൈസ് ആണ്, ദാറ്റ് ഈസ് 480 ആണ് അല്ലേ, 480 ആണ്. സോ ദ ആൻസർ ഇസ് 720 ആണ്. 2 minutes ആണ്. സോ 2 minutes ഞാൻ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ എത്ര വരും, 120 സെക്കൻഡ് വരും. സോ ആൻസർ ഇസ് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 240 + 480/2 × 60 മിനിറ്റിന് സെക്കൻഡ് ആക്കി 120 = 6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തത് ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 420 മീറ്റർ ലോങ് ക്രോസസ് എ പോൾ ഇൻ 70 സെക്കൻഡ്. സോ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ട്രെയിനിന്റെ സ്പീഡ് കാണാൻ പറ്റും അല്ലേ. സോ 420/70 എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിന്റെ സ്പീഡ്. അതേ ചോദിച്ചിട്ടുള്ളൂ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Running on parallel lines in the same direction at the speed of 60 km per hour and 35 km per hour. The faster train crosses a man in the slower train in 54 seconds. If the length of the slow train is 4/5 of the faster train, find the length of the slower train. അല്ലേ. ഓക്കെ, സോ രണ്ട് ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, പാരലൽ ലൈൻസിൽ പോകുന്നുണ്ട്, സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് 60 km per hour അതുപോലെ തന്നെ 35 km per hour ആണ്. എന്നിട്ട് എന്ത് പറയുന്നത്, ഫാസ്റ്റ് ട്രെയിന് ഒരു സ്ലോവർ ട്രെയിനിൽ ഇരിക്കുന്ന ഒരാളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 54 സെക്കൻഡ് എടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ലോവർ ട്രെയിൻ എന്നിട്ട് പറയുന്നുണ്ട് ഫാസ്റ്റ് ട്രെയിനിന്റെ 4/5 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഇതെങ്ങനെ കാണാം, ഇതിൽ നമുക്കറിയാം ഫാസ്റ്റ് ട്രെയിൻ ആണ് മാനിനെ ക്രോസ് ചെയ്യുന്നത് അല്ലേ. അതായത് മാനിന് മൂവ്മെന്റ് ഉണ്ട്, മാനിന് സ്പീഡ് ഉണ്ട്, മാൻ സ്റ്റേഷനറി അല്ല. സോ നമ്മൾ അവിടെ എന്ത് കൺസിഡർ, സോ മാൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഈ ട്രെയിനിന്റെ സ്പീഡ് എന്നോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിവിടെ ട്രെയിനിനെ ക്രോസ് ചെയ്യേണ്ട, പകരം ഈ മാനിനെ ക്രോസ് ചെയ്താൽ മതി. സോ അതായത് ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം, അത് വേണ്ട. പകരം നമുക്ക് മാൻ്റെ ലെങ്ത് മാത്രം കൺസിഡർ, മാൻ്റെ സ്പീഡ് കൺസിഡർ ചെയ്യണം, പക്ഷെ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, സോ ഇവര് സെയിം. അപ്പൊ മാൻ്റെ സ്പീഡ് ഞാൻ 35 km per hour ആയിട്ടും ട്രെയിനിൽ പോകുന്ന ഒരു മാൻ ആയതുകൊണ്ടാണ് കേട്ടോ. സോ അവരുടെ സ്പീഡ് എന്തായിരിക്കും, 35 km per hour ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രെയിനിന്റെ സ്പീഡ് 60 km per hour ആയിരിക്കും. സോ അവരുടെ നെറ്റ് സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 25 km per hour ആയിരിക്കും ഫാസ്റ്റ് ട്രെയിനിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ഈ സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ മാനിനെ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ ഇങ്ങനെ. അതായത് ഇപ്പൊ മാൻ 35 km per hour സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ എത്രയാണ് സഞ്ചരിക്കുന്നത്, 60 km per hour ആണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, സോ ഈ ട്രെയിനിലുള്ള അപ്പൊ ഒരു ഹവറിൽ ഈ ട്രെയിൻ എത്ര സഞ്ചരിക്കുന്നുണ്ട്, 25 km per hour നെറ്റ് സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട്. സോ 35, മറ്റേ ട്രെയിൻ 60 km ആണ് ഒരു ഹവറിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഹവർ കഴിഞ്ഞു കഴിഞ്ഞാൽ മാൻ ഇവിടെയും അതുപോലെ തന്നെ ട്രെയിൻ ഇവിടെയാണ് അല്ലെ. അതായത് ഇത്ര ഡിസ്റ്റൻസ് ആണ് അവർ ലീഡ് ചെയ്യുന്നത്. അതായത് ഒരു ഹവറിൽ
ഫാസ്റ്റ് ട്രെയിൻ സഞ്ചരിക്കുന്നത് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 25 കിലോമീറ്റർ ആണ് അല്ലെ? 25 കിലോമീറ്റർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ സ്ലോവർ ട്രെയിനിലെ മാനിനെ ഫുള്ളായിട്ട് ക്രോസ് ചെയ്യണം. ഫുള്ളായിട്ട് ട്രെയിനിലുള്ള മാനിനെ ക്രോസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോ ഒരു ഹവറിൽ 25 കിലോമീറ്റർ പെർ ഹവർ ആണ്, 25 കിലോമീറ്റർ ആണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫാസ്റ്റ് ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 5/18 ഇൻറ്റു 54, ദാറ്റ് ഈസ് ഇവിടെ 3, 15 ഇൻറ്റു 25 അല്ലേ? 15 ഇൻറ്റു 25 മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടുക അല്ലേ? ഓക്കെ, 15 ഇൻറ്റു 25 15 ഇൻറ്റു 25 മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. ദാറ്റ് ഈസ് 375 മീറ്റർ എന്ന് കിട്ടും. പിന്നെ പറഞ്ഞിട്ടുള്ളത് സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫാസ്റ്റ് ട്രെയിനിന്റെ ലെങ്ത്തിന്റെ 4/5 ആണ്. സോ 4/5. ഓക്കെ, എത്ര കിട്ടും? 5 7 35, 63 ഇൻറ്റു 4 അല്ലേ? 63 ഇൻറ്റു 4 പറയുമ്പോൾ എത്ര കിട്ടും? 252. സോ 252 ആണ് സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടിയും പറയാം. 2 ട്രെയിൻ പാരലൽ ലൈൻസിലാണ് പോണത്. 60 കിലോമീറ്റർ പെർ ഹവറും അതുപോലെ തന്നെ 35 കിലോമീറ്റർ പെർ ഹവറാണ് അവരുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ട്രെയിന് ഈ സ്ലോവർ ട്രെയിനിലുള്ള ആളെ ക്രോസ് ചെയ്യാൻ, മാനിനെ ക്രോസ് ചെയ്യാൻ, അതായത് ഫാസ്റ്റ് ട്രെയിനിലെ മാനിന്റെ സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം മാൻ മൂവിങ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട? മാൻ ഇരിക്കുന്ന ട്രെയിൻ കൺസിഡർ ചെയ്യേണ്ട, കാരണം നമ്മൾ ക്രോസ് ചെയ്യുന്നത് മാനിനെയാണ്. ഡൺ, മാനിനെയാണ്. അതായത് ഒരു ഹവറിൽ മാൻ 35 കിലോമീറ്റർ പോകുന്നുണ്ട്. ഒരു ഹവറിൽ മാൻ 35 കിലോമീറ്റർ പോകുന്നുണ്ട്. ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹവറിൽ 60 കിലോമീറ്ററും ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അതായത് ഒരു ഹവറിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ പെർ ഹവർ ആണ്. സോ അതിന് ഞാൻ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? അതായത് മൊത്തം മാനിനെ ക്രോസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിന്റെ ലെങ്ത് ആണ് അല്ലേ? ട്രെയിനിന്റെ ലെങ്ത് ആണ്. നമ്മൾ പഠിച്ചു പോള്, അതൊക്കെ പോള്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് വെച്ച് പഠിച്ചു. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്തു? നേരെ തിരിച്ചു ഇവർക്ക് മൂവ്മെന്റ് ഉണ്ട്. സോ ആ മൂവ്മെന്റ് ആ മാനിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ ട്രെയിൻ എത്ര സമയം കൊണ്ട് ആ മാനിനെ ക്രോസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും? 375 മീറ്റർ എന്ന് കിട്ടും. സോ 375 മീറ്ററിന്റെ 4/5 ആണ് സ്ലോവർ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്